ഹലോ, നമസ്കാരം. ഇന്നൊരു ചെറിയ യാത്രാവിശേഷം പറയാം. ഒരു 2 days ചെന്നൈ കാഞ്ചീപുരം ട്രിപ്പ്. ഇതിപ്പോൾ തിരിച്ചെന്തിനാണ് നടക്കുന്നതെന്നല്ലേ? അവിടെ വെച്ച് ക്യാമറ എടുക്കണ്ടേ? നമ്മൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് മുരുകൻ ഇഡ്ഡലി ഷോപ്പായിരുന്നു. എനിക്കൊരിത്തിരി ഇഡ്ഡലി ഭ്രാന്തുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ ഈ തിരുനെൽവേലി ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ മധുരം ഒരിത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളൊരു ഉച്ചയാവാറായപ്പോഴേക്കും ചെന്നൈയിലെത്തി. ഇത് ചെന്നൈ OMRലുള്ള ഹോട്ടൽ സിറ്റാഡൈൻ. ആമിക്ക് ഈ ഹോട്ടലിലൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അതിൻ്റെ കൂടെ വ്ളോഗിങ്ങും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ട. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ എത്തി ഗൈസ്, ആ ലൈനാണ്. അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു, റൂമിലേക്ക് പോയി. ഓഫ് കോഴ്സ് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനമായ ഹലോ ഗൈസ് യൂട്യൂബർ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി. ഞാൻ കുറേ കാലമായി പോകാൻ ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നേ, പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ല, ടൈമിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂ കാരണം. അതുകൊണ്ട് നമ്മുടെ പ്ലാനിലെ ഫസ്റ്റ് സ്പോട്ട് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ആമിയുടെ ഫേവറേറ്റ് മറൈൻ കിങ്ഡത്തിലെത്തി. ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് അണ്ടർ വാട്ടർ അക്വേറിയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അക്വേറിയം കാണാൻ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ചാർജസ് 750 per person ആണ്. ഇവിടുത്തെ ഈ കാഴ്ചകളിൽ നമ്മളെ തികച്ചും വേറൊരു ലോകത്തെത്തിക്കുക അത്രയ്ക്ക് മനോഹരമായിരുന്നു. ആമിക്കും വലിയ ഇഷ്ടമായി. അവളും ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അക്വേറിയം കാണുന്നത്. ഇത്രയും വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഈ ഭൂമിയിലുണ്ടോ എന്ന് തന്നെ ഓർത്ത് അതിശയിച്ചു പോയി. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടുന്ന് പകർത്തിയ ഈ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇത് സ്റ്റാർ ഫിഷസ് ആണ് കേട്ടോ. ഞാനിത് ആദ്യം കണ്ടപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നാണ് വിചാരിച്ചത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ റെഡ് സ്റ്റാർ ഫിഷസ്. ഇവിടുത്തെ അണ്ടർ വാട്ടർ വാക്ക് ത്രൂ ടണലുണ്ട്, അവിടുത്തെ കാഴ്ചയാണിത് കേട്ടോ. നമുക്ക് ആ ടണലിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകാം. ഇത് മനോഹരമായ ജെല്ലി ഫിഷസ്. ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനും പിന്നെ ഫിഷസിനെ ഫീഡ് ചെയ്യാനും ഒക്കെ വേണ്ടി ഇറങ്ങിയ അവിടുത്തെ ഒരു ജീവനക്കാരനാണിത്. ഇതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ. ഈ തിരണ്ടി അല്ലെങ്കിൽ സ്റ്റിംഗ് ഫിഷസും ഇയാളും തമ്മിൽ വലിയ സൗഹൃദത്തിലാണെന്ന് ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കടലിനടിയിലെ ഒരു ലോകം കൺമുന്നിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരനുഭവമായിരുന്നു. വളരെ എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും. അപ്പോൾ മറൈൻ കിങ്ഡത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ തൊട്ടടുത്തുള്ളൊരു ബീച്ചിൽ പോയി. എത്ര കളിച്ചാലും മതിയാവാത്തൊരു സ്ഥലമാണ് ആമിക്ക് ബീച്ച്. ആമിക്ക് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വളരെ പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ്. എത്ര കണ്ടാലും മതിയാവില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ തിരമാലകളോട് കഥകളൊക്കെ പറഞ്ഞു നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. ആമിക്ക് അവിടുത്തെ ഇൻഫിനിറ്റി പൂൾ കണ്ടേ മതിയാവും. അപ്പോൾ നമ്മൾ പൂള് കാണാൻ പോയി. അപ്പോൾ ആമി പൂളിലൊക്കെ കളിച്ചിരുന്നപ്പം ഞാനും ഉല്ലാസും അവിടെ നക്ഷത്രങ്ങളെയൊക്കെ നോക്കി പണ്ടത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. അടുത്ത ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ കാഞ്ചീപുരത്തിന് പോവാണ്. ചെന്നൈയിൽ നിന്നൊരു 2 hours ഡ്രൈവ് മതി കേട്ടോ നമുക്ക് കാഞ്ചീപുരത്തെത്താൻ. അപ്പോൾ കാഞ്ചീപുരത്ത് നമ്മൾ റീജൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു താമസിച്ചത്. ഞങ്ങൾക്ക് ഈ ഹോട്ടൽ വലിയ ഇഷ്ടമായി കേട്ടോ. നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ. ഇതവരുടെ മാലയിട്ടൽ ചടങ്ങാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് മാലയിട്ട് നിൽക്കുന്ന അച്ഛനും മോളും. നമ്മുടെ റൂമിലേക്കുള്ള വഴിയാണ്. എന്ത് മനോഹരമാണല്ലേ ആ പെയിൻറ്റിങ്. അത്ര വലിയ റൂമോ ആർഭാടോ ഒന്നുമില്ല കേട്ടോ അവിടെ. പക്ഷേ വളരെ പോസിറ്റിവിറ്റി ഉള്ള അവർ അവിടെ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ആർട്ട് പീസസും നല്ലൊരു മണവും ഒക്കെയുള്ള ഒരു റൂമായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകാനുള്ള പ്ലാനിലാണ്. ഇത് പ്രകാശ് സിൽക്സ്. ഈ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ കട. അപ്പം നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ എന്താ പറയുക, സാരികളുടെ ഒരു ലോകമാണ് കേട്ടോ. അതും എന്നെപ്പോലുള്ളൊരു സാരി ഭ്രാന്തിക്ക് ഇതുപോലൊരു കട കാണുമ്പം ഈ സാരികളെല്ലാം കൂടി ഒരുമിച്ച് കണ്ടപ്പോഴേ
മണിച്ചിത്രത്താഴിലെ നമ്മുടെ നാഗവല്ലിയായി മാറിയോ ഒരു നിമിഷം എന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നാണ്ടിരുന്നില്ല. നമ്മൾ ഏത് പ്രൈസ് റേഞ്ചിലുള്ള സാരിയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ആ റേഞ്ചിലുള്ള ആ കടയിലെ എല്ലാ സാരികളും നമുക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാരിയൊക്കെ വാങ്ങി തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ നമ്മൾ കാഞ്ചി കാമാക്ഷി അമ്പലത്തിൽ പോയിട്ടോ. നല്ല തിരക്കായിരുന്നു, കുറേ സമയം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. ഇത് കാഞ്ചീപുരത്തെ ഓൾഡസ്റ്റ് ടെമ്പിൾസിലൊന്നാണ്. ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ. 8th സെഞ്ച്വറിയിൽ പല്ലവ രാജാക്കന്മാരുണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് കേട്ടോ അത്. ആർക്കിടെക്ചറൊക്കെ വളരെ മനോഹരമാണ്. നമ്മുടെ ദ്രാവിഡൻ സ്റ്റൈൽ ആർക്കിടെക്ചറാണ് ഇവിടെ കാണുന്നത്. കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ വളരെ നന്നായി സൂക്ഷിക്കുന്ന ഒരമ്പലമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അമ്പലത്തിന് പുറത്ത് ഈ ഓടിൻ്റെ വിഗ്രഹങ്ങളും വിളക്കുകളും ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് കാഞ്ചിക്കുടിൽ 1 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പഴയ വീടാണ് കേട്ടോ. അതിപ്പോൾ അവരൊരു ഹെറിറ്റേജ് മ്യൂസിയമായിട്ട് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഇവിടെ നമുക്ക് അവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അവരെഴുതി വെച്ചിരുന്ന നോട്ട്സും പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും തൊട്ടിലും പാത്രങ്ങളും പിന്നെ അവരുടെ കൊലുബൊമ്മകളും അങ്ങനെ അവർ പണ്ട് അവിടെ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഒരു മ്യൂസിയം പോലെ സൂക്ഷിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പണ്ടത്തെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്താണ്, അവരുടെ വീടുകൾ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ഒന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയുമല്ലോ. ഇതാ വീടിനകത്ത് തന്നെ അടുക്കളയോട് ചേർന്നുള്ള ഒരു കിണറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇത് ഏകാംബരനാഥർ ടെമ്പിൾ, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ടെമ്പിൾസ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. 25 ഏക്കറിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും ശിവനാണ് പ്രതിഷ്ഠ. ഇത് അമ്പലത്തിനുള്ളിലെ ഒരു വലിയ മാവാണ് കേട്ടോ. ഈ മാവിന് 3500 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വച്ചാണ് ഭഗവാൻ ശിവൻ കാഞ്ചി കാമാക്ഷി ദേവിയെ കല്യാണം കഴിച്ചതെന്നാണ് വിശ്വാസം. ഈ മാവിൻ്റെ 4 ദിക്കുകളിലേക്കുള്ള ശിഖരങ്ങളിൽ നിന്ന് 4 തരം വ്യത്യസ്ത മാങ്ങകളുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ അമ്പലത്തിൽ കുറേ സമയം കൂടെ സ്പെൻഡ് ചെയ്തു. അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങി കഴിച്ചു. കുറേ നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി ചെക്ക് ഔട്ട് ചെയ്തു. അവർ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ തന്നു. അപ്പോൾ ഇനി തിരിച്ച് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു യാത്രാവിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.